തേങ്ങ എടുത്ത് മാറ്റണോ? വഴിയിട്ടാണോ തേങ്ങയാണെന്ന്? വണ്ടി ഓടിക്കാനുള്ള വഴിയല്ലത്, ചെറയാ. എന്ത് കുന്തമാണേലും മാറ്റ്. എന്ന് പറഞ്ഞാൽ എങ്ങനാ? ചുമ്മാ അങ്ങ് മാറ്റാൻ പറ്റും. എനിക്ക് അപ്പുറത്ത് പോകണം. പൊയ്ക്കോ. ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞു? തേങ്ങാ മാറ്റി വെച്ച് പോവുകയല്ല. ഇതിന്റെ പുറത്തൂടെ ചാടിക്കുകയോ? ഇതൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ അതും ചെയ്യാൻ അറിയാമല്ലോ. നീ ആരോടാണ് കളിക്കുന്നത്? കളിയോ നിന്നെ മാറിയിക്കാൻ. എന്താ അവിടെ പ്രശ്നം? അവന് വണ്ടി ഓടിക്കാൻ തേങ്ങ മാറ്റി കൊടുക്കണോ? അത് ശരി. എന്താ മാറ്റി കൊടുക്കരുതോ? ഞങ്ങള് മാറ്റിയല്ല. ഓ, അപ്പൊ പിന്നെ വണ്ടിക്ക് നേരായ വഴി വേറെ ഉണ്ടോ? ഞാൻ നേരായ വഴി കൂടെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെയുള്ള വണ്ടി കൊണ്ടുപോകാനുള്ള വഴിയല്ല. ചേട്ടാ, ഇതുപോലുള്ള വണ്ടിയൊക്കെ അടിച്ചു പറത്തി കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ സർക്കാർ തന്നെ കാശ് മുടക്കി എന്നെ ചോട്ടി സാധനമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭാരല്ലേ? ഏയ്, നമ്മൾ ആരെയും വരാറൊന്നുമില്ല, സഹായിക്കാറേ ഉള്ളൂ. കൊച്ചുകൂട്ടി നമുക്ക് എന്തായാലും അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാ സഹായിക്കാനാ? ഈ പ്രശ്നമൊന്ന് പരിഹരിക്കണ്ടായോ? കളിപ്പ ആ തേങ്ങ പിടിച്ച് ഒന്ന് ഒതുക്കിയേ. നമ്മുടെ നാട്ടിൽ വന്നു വിട്ട ഒരാളെ സഹായിക്കാൻ നമ്മളല്ല ആരാ ഉള്ളത്? എന്നൊന്നേലും താങ്ക് യു. പതുക്കെ അങ്ങോട്ടൊന്ന്. പോട്ടെ പോട്ടെ. തീർന്നില്ലേ പ്രശ്നം? അതൊക്കെ ശരിയാ. എന്റെ വണ്ടി പറ്റിയ ചെളിക്കാരെ സമാനം പറയും. ചെളി അത് പ്രശ്നമാണ്. പക്ഷെ ഇതുപോലുള്ള വഴി കൂടി ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ വന്നാൽ അല്പം സ്വല്പം ചെളിയൊക്കെ പറ്റുമെന്ന്. അതേം കഴുകി കളഞ്ഞാൽ മതി. ഇഷ്ടംപോലെ കിടക്കല്ലേ വെള്ളം. ചെളി പറ്റാതെ എനിക്ക് ഓടിക്കാൻ അറിയാം. എന്നിട്ട് നമ്മൾ അതിനു മുമ്പ് എവിടെയായിരുന്നു? സർക്കസായിരുന്നു. അയ്യോ, പെരുപ്പിക്കല്ലേ. ഇതുണ്ടല്ലോ, ഈ ആവശ്യമില്ലാത്ത മുട്ടയും പാലും ഒക്കെ കഴിച്ച് വേണ്ടാത്ത ഭാരമൊക്കെ പൊക്കിയെടുത്തുണ്ടാക്കിയ വെറും തടിയാ. ഈ തൂമ്പയും കലപ്പയൊന്നും എടുത്ത് പരിചയമില്ലല്ലോ. ദേ, നാടൻ അടിയാ ഇവിടുത്തെ. തങ്ങല നമ്മൾ വീണ്ടും കാണേണ്ടി വരും. പിന്നെ നമ്മളിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്നും കണ്ടില്ല, പിന്നെ എന്താ രസം. ഇനി തള്ളിത്തരണോ? തള്ളിത്തരം നല്ല മനുഷ്യൻ. നിന്നോട് വരരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്? അതെ, പക്ഷെ ഞാനങ്ങോട്ട് പോകും. എനിക്കറിയേണ്ട ആവശ്യമില്ല. നിനക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ടായില്ല. എനിക്ക് കുറെ കടമുണ്ട്. കാശില്ല, മടങ്ങി പോകാൻ പറ്റില്ല. നീ വരുത്തിവെച്ച കടത്തിൽ എനിക്ക് യാതൊരു ബാധ്യതയുമില്ല. ബാധ്യതയില്ലെങ്കിൽ പിന്നെ എന്നെ ഊട്ടിയിലേക്ക് പഠിപ്പിച്ചതിന്. അതുകൊണ്ടാണ് എന്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചത്. ഇല്ലാതെ ഞാൻ ഒരു തെണ്ടിയായിട്ടെങ്കിലും ജീവിച്ചേന്. എന്റെ ജാതകം അതാണല്ലോ. തന്തയില്ലാത്തവനല്ലേ ഞാൻ. ഷാജി, അത് പറഞ്ഞ വിഷമമുണ്ടല്ലേ? ഊട്ടിയിൽ ലൗഡേൽ സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കഴിച്ച് താനെ പറഞ്ഞൊരു ബാസ്റ്റഡ് അല്ലേ ഞാൻ. നീ ആ വാക്കിനെ ആവർത്തിക്കരുത്. ഞാൻ അതായതുകൊണ്ടല്ലേ എന്നെ കൂടെ താമസിപ്പിക്കാത്തത്. ഒരിക്കലും താമസിപ്പിക്കില്ലെന്നും പറഞ്ഞിട്ടില്ലേ? ഞാൻ നിർബന്ധം പിടിച്ചിട്ടില്ലല്ലോ. പക്ഷേ എനിക്ക് കാശ് വേണം. ഇല്ല, ഇനി ഞാൻ കാശ് തരില്ല. എന്നാ ഞാൻ മടങ്ങി പോകുന്നില്ല. എന്താടേ എടേ, വൈകുന്നേരം എടുത്തുന്ന ഭസ്മമില്ലയോ? ഇത് തന്നെ സാധനം. എന്തോ എടാ, എന്നും കുളിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദേഹത്ത് ചൊറി വരും. എന്റെ ദേഹത്തുണ്ട്. അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് കുളിക്കാതിരിക്കാൻ പറ്റും. പക്ഷേ കഴുത്തു മുതൽ മുട്ടുവരെ എത്തുന്ന കളസോട്ടുകൊണ്ട് നടക്കണമെന്ന് മാത്രം. എടാ, ഈ ബോംബെ പോലെ ടൗണൊക്കെ ഇല്ലയോ? അവിടുത്തെ ആൾക്കാർ എന്നൊന്നും കുളിക്കൊന്നുമില്ല. അയ്യോ, കുളിക്കത്തില്ലേ? എവിടെ? അവർക്ക് അവിടെ സമയം കിട്ടാൻ. നാളത്തില്ലയോ? അതിന് വേറൊരു സുന്ദര രാഷ്ട്രീയമുണ്ട്. അതായത് ദേഹം നാളായിരിക്കാൻ വേണ്ടി അവരൊരു സാധനം ദേഹത്തടിക്കും. അതിന്റെ പേരാണ് പിന്നെ സ്പ്രേ. നമ്മുടെ ബോംബെയിലെ ചേച്ചി അടുത്ത് വരുമ്പോ ഒരു ചെറിയ മണമില്ലോടാ, അതാണ് ഈ സ്പ്രേയുടെ മണം. കൂടുന്നുണ്ട് കേട്ടോ. ബോംബെയിലെ ആൾക്കാർക്ക് ദിവസം 4-5 വട്ടം കുളിക്കും. എന്നിട്ട് ഇവിടെ നിങ്ങളെപ്പോലെ ചെളിയും ചാണവും പറ്റിച്ചോണ്ട് നടക്കും. ചൂടാവാതെ ഞാൻ ഏതായാലും കുളിക്കാൻ വരുന്നു. വന്നാൽ ഇവനെ കുളിപ്പിച്ചതിനേക്കാൾ മാന്യമായിട്ട് ഈ തൊണ്ടൊക്കെ ഇട്ട് തേച്ച് മിനിച്ച് കൈത്തരാം.
ഓ എന്തുത്ര നാണിക്കുന്ന പണ്ടേ ഞാൻ കുറെ കുളിപ്പിച്ചിട്ടുള്ള ഒന്ന് ഓർത്ത് നോക്കി. ആ എന്നാ അവിടെ കാണിച്ചു ഞാൻ പോവാ. പാതാ പാത്ത എന്തോ ഡാടാ ഇങ്ങോട്ട് നോക്കി. പിടിച്ച പിടി കേൾക്കത്തില്ലേ? ചേച്ചി എനിക്ക് എന്റെ തനിക്കോണം വരും. ആഹാ തന്റെ കൊച്ചേട്ടൻ വിളിച്ചാലേ താൻ വിളി കേൾക്കത്തുള്ളൂ. ആ കൊച്ചാട്ടൻ വിളിച്ചാലേ വിളി കേൾക്കൂ. കൊച്ചാട്ടൻ നിന്റെ ആരാ? കൊച്ചാട്ടൻ എന്റെ മഹാത്മാഗാന്ധിയാ. കൊച്ചാട്ടനാ എനിക്ക് സിനിമ കാണാനായിട്ടുള്ള കാശ് തരുന്നേ. കൊച്ചാട്ടൻ പക്ഷെ സിനിമ കാണാനില്ല അറിയാവോ? പിന്നെ അല്ലറ ചില്ലറ ചെലവനൊക്കെ കൊച്ചാട്ടനാ തരുന്നേ. എന്തോ ഇയാളും ഇയാളുടെ മഹാത്മാഗാന്ധിയും കൂടെ ഇത്രക്ക് കുനൂനാ നീ പറയുന്നേ? ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയും. ചിലപ്പോ നാട്ടുകാര്യം പറയും, ചിലപ്പോ വീട്ടുകാര്യം പറയും. എടാ ഓ സമ്മതിക്കില്ല. ചേച്ചിക്ക് ഇപ്പൊ എന്തോ വേണ്ടേ? അനിയൻ ചേട്ടൻ നിന്നോട് എന്തോ വീട്ടുകാരും പറയുന്നു. അനിയൻ ചേട്ടൻ എന്തോ വീട്ടുകാരും പറയുന്നെന്ന്? അനിയൻ ചേട്ടൻ ഒത്തിരി കാര്യങ്ങൾ പറയും, എല്ലാം ചേച്ചിയെ പറ്റിയാ. ആണോടാ? പിന്നെ വല്യേച്ചി എന്ന് പറഞ്ഞാ കൊച്ചാട്ടിന് ജീവനാ. വല്യേച്ചിക്ക് ഒരു തലവേദന എന്ന് കേട്ട് കഴിഞ്ഞാലുള്ള കൊച്ചാട്ടന്റെ ഒരു വെപ്രാളം കാണണം. എന്റെ പൊന്നു ചേച്ചി, ഇതൊക്കെ കാണാൻ ഞാനല്ലേ ഉള്ളൂ. പിന്നെ ആരാ ഇഷ്ടം? പിന്നെ ഇഷ്ടമാ, ജീവനാ. ആണോടാ? പിന്നെ അതല്ലേ ഈ രാവിലെ എഴുന്നേറ്റ് കുളിപ്പിക്കുന്നതൊക്കെ. ആര്? നമ്മുടെ വിളമ്പിയെ. പിന്നെ ആരാ ഇഷ്ടം? പിന്നെ എന്നെ ഇഷ്ടമാ. പിന്നെയോ? പിന്നെ ആരും ഇഷ്ടമല്ല, അതാ അനിയൻ ചേട്ടൻ. പിന്നെ നമ്മുടെ മറ്റേ കാര്യമുണ്ടല്ലോ. നീ ഇങ്ങോട്ടാ? ഞാൻ കൂടെ വരാം. വേണ്ട, നീ വരണ്ട, ഞങ്ങൾ പോയിട്ട് വരാം. വരുവാ നീ ഇങ്ങോട്ടാ. രണ്ട് ചായയുടെ. വലിയ സഖ്യമാ സാറേ. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാ. എത്ര നാൾ പോകുമെന്ന് കണ്ടറിയണം. നാട്ടുകാർ അതും ഇതുമൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. തങ്കപ്പോ ഇത് വേണോ? അതാണെങ്കിൽ ഇതും ആകാം. വെറുതെ തടി ഏതാക്കല്ലേ, അനിയും കൂട്ടം അറിയരുത്. അറിഞ്ഞാലെന്താ പിടിച്ച് വഴിക്കളയും. സാറിന്റെ കാര്യം നോക്കിയാട്ടെ, വെറുതെ ഇതിലൊന്നും ഇടപെടണ്ട. ആ ഒന്ന് വേട്. അയ്യോ എന്തോടാ നേരെ വരട്ടെ നേരത്തെ വീട്ടിന് മുമ്പിൽ പാത്തും പങ്കി നിൽക്കുന്നത്? ചേച്ചി പുറത്തുപോയി. ബോംബെ ചേച്ചിക്ക് എന്നെ കൂട്ടിരുത്തിരിക്കുക. ബോംബെ ചേച്ചിക്ക് കൂട്ടിരുത്തിരി? എന്നാ ഞാൻ പോട്ടോ? അന്നില്ലല്ലേ? ഇല്ലടാ. ചേച്ചി അനിയൻ ചേട്ടാ, ചേച്ചി ചേച്ചി ഇവിടെ ഇല്ല, അമ്പലത്തിൽ പോയിരിക്കുക. ചോദിച്ചില്ല. ചോദിക്കാൻ പറഞ്ഞ എന്തോ ചെയ്യും? ആ ഇതായി ചേച്ചിയുടെ കുഴപ്പം. ഞാൻ എപ്പോഴും ചേച്ചിയെടുത്ത് പറയും ഞാൻ വരുമ്പോ ഇവിടെ തന്നെ കാണണം. ഇപ്പൊ ഒരു ചായ വേണം, എന്ത് ചെയ്യും? ചായ ചേച്ചിട്ട് എന്നാലേ കുടിക്കത്തുള്ളൂ, ഞാൻ തന്ന പോരെ. സഹായിക്കല്ലേ, ഞങ്ങൾ അത്യാവശ്യം ഉണ്ടാക്കി കുടിച്ചോളാം. മാറല്ലേ ഇങ്ങോട്ട്. എന്തോ നിനക്ക് ചായ വേണോ? ഓ ഒന്ന് കുടിച്ചതാ. കൊച്ചാട്ടൻ കൂട്ടാൻ പോവാ, വേണേ ഇപ്പൊ പറയണം. വേണ്ട, വേണേലൊന്നും ഉണ്ണ. ആ എന്നാലേ മക്കളോട് നമുക്ക് ചേച്ചി വന്നിട്ട് നല്ല മീനൊക്കെ ഉണ്ട്, എല്ലാം കൂട്ടി ഒന്ന് ഉണ്ടേച്ചു പോവാ. ഓ ഊട്ടാൻ പോവായിരിക്കും. രാത്രിയല്ലേ ഊണ് കഴിക്കുന്നേ? അതുവരെ അവനെ പിടിച്ചിരുത്തേണ്ട ആവശ്യം എന്താ? ഇതുവരെ എന്തിനാ പിടിച്ചിരുത്തത്? എനിക്ക് കൂട്ടിരുന്നു. നിനക്ക് കൂട്ടുന്നു. അപ്പൊ നിന്റെ ആവശ്യം കഴിഞ്ഞോടെ പറഞ്ഞയക്കാവുന്നു. അതേ അങ്ങ് ബോംബെയിൽ. എടി ഞങ്ങൾ നാട്ടുമ്പുറത്തുകാരുണ്ടല്ലോ, കുറച്ച് ഹൃദയമുള്ള കൂട്ടത്തില. ചേച്ചി പറയുന്ന കൊറേയൊക്കെ ശരിയാ. ഈ അനിയൻ ചേട്ടൻ ഒരു നാണമില്ല. കണ്ട പീറപ്പിള്ളേരൊക്കെ വിളിച്ചു. ഒച്ച പൊക്കല്ലേ. എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. എന്തായാലും പഠിക്കുന്നില്ലടി? ഒട്ടും പേടിക്കത്തില്ല. നിനക്ക് എന്നെ പേടിയില്ലടി? ഇല്ലെന്നേ. പേടിയില്ലേ? നമുക്ക് ഈ ബോംബെ ചേച്ചി ഒന്ന് പറ്റിക്കാം. ഏറ്റോ എന്റെ കൂടെ നിൽക്കാമോ? അങ്ങനാണല്ലേ? അവിടെ മെയിൻ സ്വിച്ച് ഇല്ലേ, നീ അതിനടുത്ത് പോയിരിക്കണം. കൊച്ചാട്ടിനകത്ത് പോയിട്ട് കൈ ഇങ്ങനെ കാണിക്കും. അപ്പൊ നീ ലൈറ്റ് ഉടനെ ഓഫ് ചെയ്യണം. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഓൺ ചെയ്യണം. പിന്നെ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് അതൊരു നിന്റെ സംവിധാനമാണ്. ഏറ്റവും ആ പേടിയില്ലാത്തൊരു ജന്തു. ബോംബെ ഇപ്പൊ അങ്ങോട്ട് അവതരിച്ചായിരിക്കും ഒരു പുതിയ ജാൻസി റാണി. എന്തിനാ പെണ്ണുങ്ങൾ ഇപ്പൊ അനിയൻ ചേട്ടനെ പേടിക്കണത്ര നിർബന്ധം? പെണ്ണുങ്ങൾക്ക് എന്നെ പേടിയാടി. പിന്നെ തോന്നല. നിനക്കെന്നെ പേടിയില്ല ലെടി. എന്നെ കാര്യം വിട്. നിനക്ക് ഈ ലോകത്ത് എന്തിനെങ്കിലും പേടിയുണ്ടോ? ഒന്നിനും പേടിയില്ല.
അനിഞ്ചേട്ടാ, അനിഞ്ചേട്ടോ, ലൈറ്റ് പോയി. അനിഞ്ചേട്ടാ, അനിഞ്ചേട്ടാ. കാവടിക്കാക്കേ കള്ളക്കണ്ണ കിളി കിളിയെ കിളുക്കാം പെട്ടി കാവടിക്കാക്കേ കള്ളക്കണ്ണ കിളി കിളിയെ കിളുക്കാം പെട്ടി കോമാളി. നിങ്ങളെ ഹായ് നിന്റെ കിളി കൊഞ്ചലിനെന്ത് രസം, നിന്റെ കിളി കൊഞ്ചലിനെന്ത് രസം. കാവടിക്കാക്കേ കള്ളക്കണ്ണ കിളി കിളിയെ കിളുക്കാം പെട്ടി കള്ളക്കണ്ണ കിളുക്കാം പെട്ടി കള്ളക്കണ്ണ കിളുക്കാം പെട്ടി. ചെങ്കമലങ്കാവിലെ അമ്പലത്തിരുമുറ്റത്ത് തങ്കപ്പൂമ്പൊടി വിതറിയ പന്തലുണ്ടോ? ചെങ്കമലങ്കാവിലെ അമ്പലത്തിരുമുറ്റത്ത് തങ്കപ്പൂമ്പൊടി വിതറിയ പന്തലുണ്ടോ? അമ്പലിൽ തിരുനേരമിരുന്നാലോ, അമ്പലിൽ തിരുനേരമിരുന്നാലോ നീനാകെ പൂമ്പൊടി പറ്റുകില്ലേ? കാവടിക്കാക്കേ കള്ളക്കണ്ണ കിളി കിളിയെ കിളുക്കാം പെട്ടി അന്തിമങ്ങും നേരത്ത് ആളൊഴിഞ്ഞൊരു പാടത്ത് ചേക്കേറാനിടം തിരഞ്ഞതിലെന്ത് രഹസ്യം. അന്തിമങ്ങും നേരത്ത് ആളൊഴിഞ്ഞൊരു പാടത്ത് ചേക്കേറാൻ ഇടം തിരഞ്ഞതിലെന്ത് രഹസ്യം. അങ്ങിരുന്നിരുന്നാലോ, അങ്ങിരുന്നിരുന്നാലോ കൈമാറും തേൻ തരി വറ്റുകില്ലേ? കാവടിക്കാക്കേ കള്ളക്കണ്ണ കിളി കിളിയെ കിളുക്കാം പെട്ടി എനിക്ക് ചിട്ടി കിട്ടാത്തതിലല്ല, നായർ സാറിന്റെ ഒരു ഗതി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. ശരിയല്ല പോക്ക്. മുമ്പ് തമ്പി അദ്ദേഹമായിട്ടും വലിയ സഖ്യമായിരുന്നു. വിഴുങ്ങും, അതാ കക്ഷി. അറിയല, ഞാൻ പോവാ. സാർ, ഈ ഷാജി ആരാണ്? എന്റെ വേണ്ടപ്പെട്ട ഒരാളാണ്. വേണ്ടപ്പെട്ട ആളെന്ന് വെച്ചാൽ? എന്തോ തീറ്റ അനിഞ്ചേട്ടാ ഇത്? കുറച്ചൊക്കെ ഒരു മാനേഴ്സ് വേണം. മാനേഴ്സ്? ഞാൻ നിന്നെ എനിക്ക് വേണ്ടിയാ. എന്താ മോളെ, എന്താ അവിടെ ബഹളം? ആ ചേച്ചി, ഇന്നത്തെ പുളിശ്ശേരി ഉണ്ടല്ലോ, അവൻ ആള് കാസയിലുണ്ട്. അമ്മയുടെ കല്യാണ ഫോട്ടോ കണ്ടില്ലേ? ആ കൊള്ളാമല്ലേ ചേച്ചി, അവൾ അറബി കൊള്ളാമല്ലോ. ഏതായാലും ഉമ്മയുടെ ആഗ്രഹം പോലെ എല്ലാം അങ്ങ് ഒത്തു വന്നു. എടീ ബോംബെ റാണി, നിന്റെ മമ്മിക്കത്തൊന്നും വന്നില്ലേ? ഓ, ഇന്നും ഒരെണ്ണം ഉണ്ട്. അതാ അവള് വിഷമിച്ചിരിക്കുന്നേ. ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന്.
അയ്യോ അത് ഇത്ര വിഷമിക്കേണ്ട ആവശ്യം എന്തുവാ? ഉടനെ അങ്ങ് പോയാ പോരെ? കണ്ടോ കണ്ടോ ചേച്ചി, ഞാൻ എപ്പോഴും പറയാറില്ലേ അനിയൻചേട്ടൻ ഞാൻ ഇവിടെ നിൽക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. എടാ ആ അവൾക്ക് ഇവിടെ താമസിക്കുന്ന ഇഷ്ടമെന്ന്. ആ എന്നാ പിന്നെ ഇവിടെ വന്നിട്ടല്ലേ? നീ ഒരു 5-6 ദിവസം ഇവിടെ നിന്നോ കേട്ടോ. ഡാ ആ അവൾക്ക് ഇവിടത്തെ താമസം മാത്രമല്ല ആ നിന്നെയും വലിയ ഇഷ്ടമാ. ചേച്ചി ചേച്ചി പറഞ്ഞ് കല്യാണ കാണ്ഡത്തിലേക്ക് കിടക്കുക. ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ചേച്ചിയുടെ കല്യാണം കഴിയാതെ അനിയൻ കുട്ടൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. അതൊന്ന്. ഇനി അഥവാ ഇവളെയും കല്യാണം കഴിക്കണമെങ്കിൽ അവൾക്ക് എന്താ ഇവിടെ ക്വാളിഫിക്കേഷൻ? അവൾക്ക് എന്താ ഒരു കുറവ്? നീ ആരെ രാജകുമാരനോ? രാജകുമാരനൊന്നുമല്ല, പക്ഷെ ഞാൻ അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഓ എനിക്ക് ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴേ സമ്പന്നമായിട്ട് തിന്നണം. അവക്ക് ഞാൻ തിന്നുന്ന രീതി പോലും ഇഷ്ടമല്ല. അല്ല ഇവളെ കിട്ടിയാ പിന്നെ ഞാൻ എന്തോടത്ത് തിന്നാനാ? ചേച്ചി ഒരു ഉപ്പും മുളകും നേരെ ഞാൻ ആക്കറിയോ? ആഹാ എന്നാലേ ആ. ഉഗ്രനാണെന്ന് നീ പറഞ്ഞ പുളിശ്ശേരി ഉണ്ടല്ലോ, ആ അത് അവള് വെച്ചതാ. ഏത് ഇത് അവൾ വെച്ചാന്ന് അതെ. എവിടെ തോന്നി? തോന്നിയില്ലേ? പുകച്ചോ ചേച്ചി? ഏ ആ പുക അയ്യോ ചേച്ചി ഒന്ന് ചോദിച്ചു നോക്കിയേ. ഓ, പിന്നെ കൂടി തോറ്റു ഞാൻ. അനിഞ്ചേട്ടാ അനിഞ്ചേട്ടാ ഓയ്. ആ ശരിയായില്ലല്ലോ മോളെ. ഇങ്ങനെ തമാശക്കൊക്കെ കൂവിയാലേ നീ കുട്ടനാട്ട കൊച്ചാകത്തില്ല. കുറച്ചുകൂടെ നല്ലപോലെ ഒന്ന് കൂവി തെളിയണം. ദേ ഞാൻ മോര് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഞാൻ കൊണ്ടുവരെ. അനിഞ്ചേട്ടൻ ഇങ്ങോട്ട് കയറി വാ. ഞാൻ ആ മോര് കുടിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഞാൻ എങ്ങനെയാ അങ്ങോട്ട് വരുന്നത്? അത് 2 കാലം വെച്ച് പിച്ച വെച്ച് ഇറങ്ങി പോന്നാ മതി. എന്റെ ദേഹത്തെല്ലാം ചെളി പറ്റും. ദേഹത്തൊന്നും പറ്റുകയല്ല, മര്യാദയ്ക്ക് നടക്കാന്നുണ്ടെങ്കിൽ നിന്റെ കാര്യം മാത്രം ഇച്ചിരി പറ്റും. ഇങ്ങോട്ട് പാടി. അയ്യോ അനിഞ്ഞിട്ട് ഒന്ന് പിടിക്ക. അങ്ങനെ ഒന്നും സൂക്ഷിക്കണ്ട. ഇനി വാ. ആ അപ്പൊ നടക്കാനും അറിയാല്ലേ? എന്തു പറ്റി? അയ്യോ കളയല്ലേ, ഇനി വന്നേര്. ആ ദേ ബാക്കി ഞാൻ കുടിച്ചു. ആ എന്നിട്ടെന്താ? കുടിച്ചു. നല്ല കുട്ടി. ഇങ്ങനെ വെയിലത്ത് നിന്ന് ദേഹം എല്ലാം കറുത്തു പോകും. കറുക്കട്ടടി. കുട്ടനാടൻ കർഷകന്റെ ഒറിജിനൽ നിറം എന്ന് പറയുന്ന കറുപ്പ് അറിയോ? ദേ ഒന്ന് നിർത്തിക്കേ. നിർത്തി. ദാ ഇത് വെച്ചോ. എവിടെ വെക്കണം? തലയില്. ഇനി വെയിലത്ത് പണിയെടുക്കുമ്പോ തൊപ്പി വെച്ചോണം. ഉത്തരവ്. വന്നേ ചേട്ടാ, ചേച്ചി അവിടെ കാത്തിരിക്കാൻ. നീ അങ്ങോട്ട് ചെല്ല, ഞാൻ അങ്ങ് തീർത്ത് വന്നേക്കാം. വേണ്ട ഇങ്ങോട്ട് വന്നേ. സമ്മതിക്കല. വരാൻ. ആ നടക്ക. നടക്കാൻ എന്തോ നാടി ബോംബെറാണ്, നടക്കാനും അറിഞ്ഞൂടാ. നീ എന്നതാടി ദേഹത്തടിച്ചിരിക്കുന്നേ? ആ ജാസ്മിൻ സ്പ്രേയാ. എങ്ങനെയുണ്ട്? നല്ല നാറ്റമുണ്ട്. ഓ എന്നെ നാറിക്കോട്ടെ, പക്ഷെ അനിയൻ ചേട്ടന് നല്ല മണമുണ്ട്. എന്ത് വേണം? അതെനിക്ക് പറയാൻ അറിഞ്ഞൂടാ, പക്ഷെ അനിയൻ ചേട്ടനൊരു മണമുണ്ട്. എന്നിട്ട് ഞാൻ ഇതേവരെ എന്റെ മണം അറിഞ്ഞിട്ടില്ലോടി. എപ്പോഴും ഇല്ല. പിന്നെ അനിയൻ ചേട്ടൻ പാടത്ത് പണിയുമ്പോ നല്ലോണം വേർക്കും, അപ്പോഴേ ഈ മണം. എടി അത് അനിയൻ ചേട്ടൻ മാത്രമല്ലടി, ഒരുമാതിരി പണിയെടുക്കുന്ന എല്ലാ ചേട്ടന്മാരും വേർക്കും. ഷോ ഇത് അങ്ങനെയല്ല. പിന്നെ ഞാൻ വന്ന ദിവസം രാത്രിയില് ആ വെള്ളമെല്ലാം തൊഴിഞ്ഞിട്ട് വന്ന് എന്റെ കയ്യെ കയറി പിടിച്ചില്ലേ, അന്ന് ആദ്യമായിട്ട് ഈ മണം. അനിയൻ ചേട്ടാ, അനിയൻ ചേട്ടാ, അനിയൻ ചേട്ടാ. അയ്യോ എന്ത് പറ്റി അനിയൻ ചേട്ടാ? അനിയൻ ചേട്ടാ, അനിയൻ ചേട്ടാ. ദേ ഒന്നിങ്ങോട്ട് വന്നേ. എന്ത് പറ്റി? അനിയൻ ചേട്ടൻ അവിടെ ബോധം കെട്ട് കിടക്കുന്നു. ആര്? താമരശ്ശേരിയിൽ അനിയൻ ചേട്ടൻ. എവിടെ? ദേ ആ ചെറിയില്. അയ്യോ എവിടെയാ വെച്ച് കിടന്നിരുന്നേ? ദേ ഇവിടെയാ കിടന്നത്. എന്നിട്ട് എവിടെ? അനിയൻ ചേട്ടാ, അനിയൻ ചേട്ടാ. ബോധം കെട്ട് കിടന്ന ആളാണ് വിളിക്കുന്നത്. എന്താ മനുഷ്യരെ കളിയാക്കാണോ? താൻ വാടൂ, ബാക്കൂടെ പഠിച്ചോളെ.
അതെ, സമയത്തും കാലത്തും പെമ്പിള്ളേരെ കെട്ടിച്ചു വിടണം. അതെ അതെ. അനിഞ്ചേട്ടാ, അനിഞ്ചേട്ടാ, കുക്കു കുക്കു. എന്ത് പറയുന്നു ജാൻസി റാണി? വലിയ ആളാവില്ല അനിഞ്ചേട്ടാ. ഞാൻ ചെറിയ ആളല്ലേ. എന്ത് പേടിച്ചു എന്നറിയോ? പറ്റിക്കാൻ കണ്ട ഒരു സ്ഥലവും സമയവും. ഡീ നീ വന്നതിന്റെ പിറ്റേ ദിവസം നിന്റെ അഭിനയം കൊണ്ട് എന്നെ ഒന്ന് വാട്ടിയില്ലേ? എടേ, താമരശ്ശേരി കെട്ടിനകത്ത് മാത്രമേ നിന്റെ ഈ കളി നടക്കത്തുള്ളൂ. മേലാലെങ്ങാനും എന്നോട് ഇങ്ങനെങ്ങാനും കളിച്ചാൽ ഇതുപോലല്ല, ഈ കരക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തി അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ബോംബെ റാണി നിന്റെ തല ഞാൻ താഴ്ത്തുന്നു. ഓയ്, ക്യാ ഹുവാ? എന്ത് തോന്നിയാസം ആവാനായിട്ടുണ്ട്. നാട്ടുകാർ വേണേ ആ ചിന്നമ്മയുടെ കൈ കയറി പിടിച്ചത്. അവരേക്ക് വിട്ടു തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാം. നീ ചുമ്മാ ഇരി. അവരെ ആ മോട്ടോർ സൈക്കിളോടെ ഞാൻ കായലത്താക്കും. ബഹളം ഉണ്ടാക്കാത്ത കൊച്ചുകുട്ടി അനിയും കുട്ടനകത്തുണ്ടല്ലോ. സാർ, കോളനി മുഴുവൻ ഇളയിരിക്കുകയാണ്. സാറിന് അറിയായിരിക്കും, നമ്മുടെ വെളുത്ത കുഞ്ഞില്ലേ, വെളുത്ത കുഞ്ഞിന്റെ മൂത്ത മോള് കല്യാണപ്രായമായ വെണ്ണ. ഇവിടെ വെള്ളം കോരാനായിട്ട് കുളത്തിനടുത്ത് ചെല്ലുമ്പോഴാണ് കക്ഷി കൈ കയറി പിടിക്കുന്നത്. ഇത് കണ്ട ആൾക്കാരുണ്ട്. ഒരു ചീത്തപ്പേര് ആ പാവം പെൺകുട്ടിക്കുണ്ടായാൽ അനുഭവിക്കേണ്ട തന്തയല്ലേ സാർ? മറികടാ, കമ്പിയെന്ന് വിട്ടേക്കാൻ അവന്റെ ഒരു സിനിമാ പോസ്. അതിനെ ബോധമില്ല സാർ. രാവിലെ മുതൽ തുടങ്ങിയതായ കള്ളുകൂടി. ഇമാതിരിയുള്ള തെമ്മാടത്തിലൊക്കെ ഇത്ര പരസ്യമായിട്ട് ഇതാദ്യമാണ്. അനിയൻകുട്ടൻ, ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് അല്പം സമയം തരും. സാർ ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സാർ മര്യാദയ്ക്ക് കേസ് ഫയൽ ചെയ്യണം, വേണ്ട നടപടി എടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് ആൾക്കാർ കാത്തു നിൽക്കുക. അവര് വേണ്ട ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞേക്കാം. ക്ഷമിക്കണം, കേസ് ചാർജ് ചെയ്യരുത്. സാറിന് പോലുള്ളവർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? പോക്രിത്തരമാണേ കാണിച്ചത്. അറിയാം, ഒരു തവണ ക്ഷമിക്കണം. ഞാൻ ക്ഷമിച്ച പോരല്ലോ സാർ, നാട്ടുകാർ മുഴുവൻ എതിരാ. ഞാൻ അവരോട് മാപ്പ് പറയാം, പറഞ്ഞു മനസ്സിലാക്കാം. എന്താ അനിയൻകുട്ടാ? എന്നെ ഉദ്ദേശിച്ച് ഒരു തവണ. എന്താ? സാറിന്റെ ഇഷ്ടം. താങ്ക് യു. നായർ സാർ വന്നിരിക്കുന്നു. ഞാനില്ലാന്ന് പറഞ്ഞു ചേച്ചി. അതെന്താ? കള്ളനാ ചേച്ചി. അടുത്ത് ഇപ്പൊ അബദ്ധമായി. എല്ലാ അഭിനയം. എന്ത് പറ്റി ചേച്ചി അറിഞ്ഞൂടെ ആ ഷാജി? അന്നാ ജിട്ടു വെച്ചെങ്കിൽ ഉടക്കിയില്ലേ? അവൻ ഇങ്ങനെ ഇടേണ്ട ബന്ധുവാണ് പോലും. എന്താ ബന്ധം എന്ന് വെച്ചാൽ അങ്ങനെ അപ്പൊ ഉരുളുകയും ചെയ്യും. അവൻ ഏതാണ്ട് പോക്കൃതം കാണിച്ച് നാട്ടുകാരെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കി ഞാൻ പിടിച്ച് പോലീസ് സ്റ്റേഷനിലാക്കി. ഇന്ന് രാവിലെ അങ്ങേരോട് ഒന്ന് രണ്ട് സ്റ്റൈലും ചിരിയും ചിരിച്ച് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. നാട്ടുകാരുടെ മുമ്പ് ഞാനിപ്പോ കൊച്ചായി. എനിക്കാണ് നേടാൻ വേണ്ടി ഞാൻ അങ്ങയുടെ പറയാൻ നടക്കണമെന്നാ പറയുന്നത്. ഞാൻ ഇല്ലാന്നാണ് പറയുന്നത്. എനിക്ക് വയ്യ പറയാൻ. എന്ന് ഞാൻ പറയാം. ഓ, എന്നാ പോയി പറ. എന്ത് പറയണം? എന്താ പറയണമെന്നോ? ഞാൻ ഇവിടെ ഇല്ലാന്ന് പറയണം. അയ്യോ, ഇത് പച്ച കള്ളല്ലേ. ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ലെന്ന് പറയാം. എന്ത് കൊണ്ടുപോലും പറപ്പോ. സാറപ്പോ ഒന്നു വന്നതേ ഉള്ളൂ. അനിയൻകുട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. അനിയൻകുട്ടൻ അകത്തുണ്ട്, എനിക്കറിയാം. പാത്തൻ പറഞ്ഞു. ഏതാ അനിയൻകുട്ടന്റെ മുറി? ഞാൻ ചെന്ന് കാണാം. എനിക്ക് കണ്ടേ പറ്റൂ. വരണം. അനിയൻകുട്ടന് എന്നോട് ദേഷ്യമാണല്ലേ? അവൻ ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ് ഞാൻ അവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്നത്. എനിക്കറിയാം. എന്നെ അനിയൻകുട്ടൻ മനസ്സിലാക്കണം. ഇല്ല, എനിക്ക് സാറിനെ മനസ്സിലാകുന്നില്ല. നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ വെറുതെ കൊച്ചായി. ഈ ഷാജി സാറിന്റെ ആരാണെന്ന് തുറന്നു പറയണം. അനിയൻകുട്ടൻ ചോദിക്കുന്ന എന്തിനും ഉത്തരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വരൂ, നമുക്കൊന്ന് പുറത്തേക്ക് പോകാം. ചേച്ചിയെക്കുറിച്ച് ആരെങ്കിലും അനാവശ്യം പറഞ്ഞാൽ അനിയൻകുട്ടൻ സഹിക്കുമോ? അനിയൻകുട്ടന്റെ ചേച്ചി അവിഹിതമായി സാർ സഹിക്കുന്നില്ലല്ലേ? അപ്പോ ഞാൻ എന്തുമാത്രം സഹിച്ചിരിക്കുന്നു അനിയൻകുട്ടൻ. എന്റെ എല്ലാമായിരുന്നു അവൾ, കുഞ്ഞുലക്ഷ്മി. അവൾക്കൊരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് കരുതി. അതിനുവേണ്ടി മാത്രമാണ് എഴുന്നേൽക്കാൻ വയ്യാത്ത അമ്മയെ ഏൽപ്പിച്ച് ഞാൻ നാടുവിട്ടത്. 5-8 വർഷം പല പല മേൽവിലാസങ്ങളിൽ, പല പല സ്ഥലങ്ങളിൽ
വീടുമായുള്ള ബന്ധം വെറും മണിയാടുകളിൽ മാത്രമായി ഒതുങ്ങി. നേട്ടങ്ങളുമായി മടങ്ങിയെത്തിയപ്പോ ആദ്യം അറിഞ്ഞത് എന്റെ അഭാവത്തിലുള്ള അമ്മയുടെ മരണമാണ്. അത് ഞാൻ സഹിച്ചു. പക്ഷേ കുഞ്ഞുലക്ഷ്മി, അവൾ എന്നെ താഴ്ത്തിക്കളഞ്ഞു. എന്താ സാർ? അച്ഛന്റെയോ സഹോദരന്റെയോ മേൽനോട്ടമില്ലാതാകുമ്പോ ആ പ്രായത്തിന്റെ അവിവേകം കൊണ്ട് പറ്റാവുന്ന ഒരു തെറ്റ് അവൾക്കും സംഭവിച്ചു. അച്ഛനില്ലാത്ത ഒരു കുട്ടിയെ അവൾ പ്രസവിച്ചു. അതാണ് ഷാജി. അവനെ ഞാൻ ഊട്ടിയിലേക്ക് പഠിപ്പിച്ചു. അവന്റെ സൗകര്യങ്ങളെല്ലാം നോക്കി. ഇഷ്ടം പോലെ കാശ് കൊടുത്തു. പക്ഷെ അവൻ നന്നായില്ല. അടിക്കടി നശിക്കുകയായിരുന്നു. സാർ ഇതുവരെ എന്നോടിത് പറയാറുന്നത്? ഷാജിയെ പറ്റി പറയുമ്പോ കുഞ്ഞുലക്ഷ്മിയെ പറ്റി പറയണ്ടേ? എന്റെ പെങ്ങൾ പിഴച്ചു പറ്റുമെന്ന് ആരോടും പറയുന്ന എനിക്കിഷ്ടമല്ല. പ്രസവിച്ച് 1 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവൾ ആത്മഹത്യ ചെയ്തു. ഇന്ന് രാവിലെ അവനെ സ്റ്റേഷനിൽ നിറക്കിക്കൊണ്ടു പോകുമ്പോഴും മനസ്സിൽ കുഞ്ഞുലക്ഷ്മിയായിരുന്നു.